വണ്ടി പ്രാന്തന്മാർക്കിടയിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. എൻ്റെ വലതുഭാഗത്തുള്ളത് ലാൻഡ് റോവർ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഡിഫൻഡർ 110. എൻ്റെ ഇടതുഭാഗത്തുള്ളത് ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ലാൻഡ് ക്രൂസർ 300 എന്ന് പറയുന്ന മോഡൽ. ഇത് രണ്ടും തമ്മിൽ ടെക്നിക്കലി ഉള്ള ചെറിയൊരു കമ്പാരിസൺ നടത്താൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. കാരണം ഇതിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. ഈ രണ്ട് വാഹനങ്ങളും ഓഫ് റോഡ് വാഹനങ്ങളാണ്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാൽ അതിലേക്കാളും കൂടുതൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക്, അതായത് ഒരു കമ്പാരിസൺ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊരു ഡിഫൻഡർ ഫാനാണോ അതോ ഒരു ലാൻഡ് ക്രൂസർ ഫാനാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ, നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ഗംഭീരമായിട്ടുള്ള കോണ്ടന്റുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ടിഷ്യൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാഹനത്തിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ടിഷ്യൂ ബോക്സ് വെക്കൽ എവിടെയാണ്? ഡാഷ്ബോർഡിൽ വെക്കും, അല്ലെങ്കിൽ സീറ്റിൽ വെക്കും. കാരണം ആ ഒരു വലിയ സ്ക്വയർ ബോക്സ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പല ആളുകളും അത് താഴെ നിന്നൊക്കെ എടുക്കാറുണ്ട്. ഏറ്റവും ബാക്കിൽ നമ്മൾ ബൂട്ട് സ്പേസിനകത്തൊക്കെ പലരും അത് കീപ്പ് ചെയ്യാറൊക്കെ കാണാറുണ്ട്. സോ അതിൽ നിന്നൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഓൺ ബ്രാൻഡ് ആട്ടോ, ഞാൻ തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ NR എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ അണ്ടറിലുള്ള ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇത് കുറേ കാലമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു ടിഷ്യൂ ബോക്സ് നമുക്ക് നമ്മുടെ കപ്പ് ഹോൾഡറിനകത്ത് വെക്കാം. അതുപോലെ തന്നെ ഡോർ പോക്കറ്റിൽ നമ്മൾ വെള്ളം കുപ്പി വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, അവിടെ വെക്കാം. എന്നിട്ട് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ടിഷ്യൂവിനെ വലിച്ചെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ടിഷ്യൂ ബോക്സ് എവിടെയും ഉരുണ്ട് വീണ് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ആ ഒരു സ്പേസിൽ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെക്കൽ വളരെ കുറവാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് 4 ഡോർ പോക്കറ്റിലും ഓരോ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിൽ ഏതിനെങ്കിലുമൊക്കെ 1-2 ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പർപ്പസ് ബീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ബാക്കി സ്ഥലത്ത് നമുക്ക് വെള്ളം കുപ്പിയോ എന്ത് വേണമെങ്കിലും വെക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതിന് 3 399 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഒരു ബോക്സിനകത്തായിട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ നിങ്ങൾക്ക് പാർസലായിട്ട് അയച്ചു തരും. സോ ഷിപ്പിംഗ് ചാർജും അടക്കം ഒക്കെയാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചതിൽ, അതുപോലെ തന്നെ ഞാൻ സെല്ല് ചെയ്തതിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊന്നാണിത് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാങ്ങിയവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ഓർഡേഴ്സും വരാറുണ്ട്. തീർന്ന ആളുകൾ പിന്നെയും വാങ്ങാറുണ്ട്. പിന്നെ ചില ആൾക്കാർ വണ്ടിയിലൊക്കെ കണ്ടിട്ട് എവിടുന്നടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വാങ്ങുന്നവരുണ്ട്. 3 ബ്യൂട്ടിഫുൾ ഡിസൈനകത്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. 3 ഡിഫറൻ്റ് ആയിട്ട് വെറുതെ രസമായിട്ട് ചെയ്തതാണ്. സോ നിങ്ങൾക്കിത് വാങ്ങുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ mynr.in www.mynr.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു OTP വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും. OTP വെരിഫിക്കേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡെലിവറി ബോയ് വരുന്ന സമയത്ത് വിളിച്ചാൽ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജെന്യൂൻ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കണത് എന്നുള്ളതാണ്. സോ എന്തായാലും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും. ഇത് വാങ്ങിയവരൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയാണ് എന്നുള്ള ഉറപ്പും 100% കോൺഫിഡൻസ് ഉണ്ട്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. വെർത്താണ്. വെർത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെർത്തായിരിക്കും. സോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, രണ്ടും കീപ്പ് ചെയ്തേക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് എന്നുള്ളത്. ഡിഫൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റെട്രോ തീംഡ് മോഡേൺ മിക്സ്ഡ് ഡിസൈൻ ഫിലോസഫിയാണ് ഇവർ കീപ്പ് ചെയ്തേക്കണതെന്ന് പറയാം. ലൈൻസൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഒഴുക്കൻ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ആ ഒരു LED DRലൊക്കെ നോക്കി അതൊക്കെ ഭയങ്കര സിഗ്നേച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഡിസൈനിനെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഒഴുക്കൻ സ്റ്റൈലാണ് ഡിഫൻഡർ കീപ്പ് ചെയ്തേക്കണതെന്ന് പറയാം. അതായത് ഭയങ്കരമായിട്ടുള്ള എഡ്ജുകൾക്കൊക്കെ പകരം ഇങ്ങനെ ഒഴുകി അതൊരു പ്രത്യേക പാറ്റേണിലാണ് കീപ്പ് ചെയ്തേക്കണത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരും. എന്നാൽ നേരെ LCയിലേക്ക് വരുന്ന സമയത്തോ ഇത് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈനാണ് എന്ന് പറയേണ്ടി വരും. വലിയ ഗ്രിൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡിൻ്റെ സ്പേസ് ഒക്കെ നോക്കിയാൽ ഇതിലൊക്കെ ഭയങ്കരമായൊരു അഗ്രസീവ്നെസ് ഉണ്ട്. ആ ഒരു ലൈൻസിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ആ ഒരു കട്ട് എഡ്ജ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഇങ്ങോട്ട് കയറി നിൽക്കണു, അതുപോലെ ഇവിടെ ഉണ്ടാവും ഇതിനൊക്കെ ഒരു ബോൾഡ്നെസ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ലാൻഡ് ക്രൂസർ കീപ്പ് ചെയ്തേക്കണതെന്ന് പറയാം. അപ്പോൾ അതായത് രണ്ടിൻ്റെയും ഡിസൈൻ പാറ്റേൺ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ചുകൂടി അഗ്രസീവാണ്, എന്നാൽ ഇത് കുറച്ചുകൂടി നമുക്കൊരു ഓമനത്വമൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലുമാണ് ചെയ്തേക്കുന്നത്. മറ്റൊന്നാണ് എൻജിൻ. രണ്ട് വാഹനത്തിൻ്റെയും എൻജിനുകൾക്ക് രണ്ടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പവർ ട്രെയിൻ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. 2 ലിറ്റർ പെട്രോളിനകത്തുണ്ട്, ഇപ്പോൾ 2 ലിറ്റർ പെട്രോളാണ്. അതുപോലെ തന്നെ 3 ലിറ്റർ ഡീസലിനകത്ത് വരുന്നുണ്ട്. ഡീസൽ തന്നെ 2 ബേസ് ആയിട്ടും വരുന്നുണ്ട്. അതാണ് മൈൽഡ് ഹൈബ്രിഡ് ഒരു സപ്പോർട്ടും ഇതിനകത്ത് ഡീസലിലേക്ക് വരുന്ന സമയത്ത് കിട്ടും. എന്നാൽ ലാൻഡ് ക്രൂസറിലേക്ക് വരുന്ന സമയത്ത് ഡീസലിനകത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 3 ലിറ്റർ ടിൻ ടർബോ V6 എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. 304 ഹോഴ്സ് പവറും 700 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അതായത്
പവറിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ടോർക്കി ആയിട്ടുള്ള ഒരു വാഹനം, ഏത് ടെറയിലേക്കും കിട്ടാവുന്ന തരത്തിലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ആണ് ലാൻഡ് ക്രൂസർ കീപ്പ് ചെയ്തേക്കണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ എഞ്ചിനുകൾ ഭയങ്കര റിലയബിൾ ആയിരിക്കും. ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവരെപ്പോഴും അതിൻ്റെ എഞ്ചിനെ ക്രമീകരിക്കാറുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഡിഫൻഡറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതിനൊരു കമ്പാരിസൺ വേണമെങ്കിൽ 3 ലിറ്ററിനെ തന്നെ എടുക്കാം. ഇപ്പോൾ ഇത് ആക്ച്വലി ഡീസൽ അല്ല, പെട്രോൾ എഞ്ചിനാണ്. സോ അതുകൊണ്ട് നമുക്കൊരു ഡീസൽ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 345 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും. 700 Nm ടോർക്ക് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ രണ്ടിനും ടോർക്ക് സെയിം തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി പവർഫുൾ ആണ്, ക്വിക്ക് റെസ്പോൺസ് ആണ്. നമ്മളിപ്പോൾ ആക്സലറേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പുഷ് ഉണ്ടല്ലോ കുറച്ചുകൂടി നല്ല രീതിയിൽ കിട്ടും. രണ്ടും ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിനകത്ത് തന്നെയാണ് വന്നെങ്കിൽ ട്രഡീഷണൽ 4x4 സിസ്റ്റം പോലെ തന്നെ. അതേപോലെ തന്നെ ഒരു കാര്യം ഇതിലേക്ക് വരുന്ന സമയത്ത്, ഡിഫൻഡറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലാൻഡ് ക്രൂസറിലേക്ക് വരുന്ന സമയത്ത് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ചേസിസിലേക്ക് വരാം. ലാൻഡ് ക്രൂസറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലാഡർ ഫ്രെയിം ചേസിസ് ആണ്. അതുകൊണ്ട് തന്നെ മോർ ഗുഡ് അറ്റ് ഓഫ് റോഡ്, ബാഡ് റോഡ് തുടങ്ങിയവയിലൊക്കെ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യും. കാര്യമായിട്ടുള്ള അലമ്പുകളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിഫൻഡറിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്തൊരു മോണോകോക്ക് ചേസിസ് ആണ് കൊടുത്തേക്കുന്നത്. ഒപ്പം തന്നെ ഒരു എയർ സസ്പെൻഷനും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എവിടെയെന്ന് പറയുക, റോഡ് ഡ്രൈവിൻ്റെ കാര്യത്തിൽ. പിന്നെ എയർ സസ്പെൻഷൻ നമ്മൾ ഓഫ് റോഡിലേക്ക് പോകുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മോർ നമുക്ക് ആ ഒരു സ്പേസ് കിട്ടും, ഏത് ടെറയിലേക്കും കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ. അതുപോലെ തന്നെ നമുക്കിത് റോഡിലേക്ക് വരുന്ന സമയത്ത് ലോവർ ചെയ്തിട്ട് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇങ്ങനെ 2 ഡിഫറെൻറ്റ് ചേസിസുകളുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിയും ഇതിൻ്റെ രൂപഭംഗിയും എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശവും. വീലിലേക്ക് വരുമ്പോഴേ രണ്ടും 20 ഇഞ്ച് വീലുകൾ തന്നെയാണുള്ളത്. പക്ഷേ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഏത് പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും. ഇത് ധാരാളം ഇതളുകളായിട്ടൊരു ക്രോം എലമെൻറ്റിനകത്താണ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് 5 ഇതളുകളായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്താണ് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടി നേക്കിഡ് പോലെയുള്ള ഒരു സിസ്റ്റം, ഇത് കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഗുഡിയറിൻ്റെ ടയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചത് യോക്കോഹാമ അതിൻ്റെയാണ് അല്ല. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LCയിലേക്ക് വരുന്ന സമയത്ത് 235 മില്ലിമീറ്ററാണ്. ഡിഫൻഡറിലേക്ക് വരുന്ന സമയത്ത് 291 വരുന്നത്. ഇനി വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻഡറിനകത്ത് 3022 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്നുണ്ട്. അത് ലാൻഡ് ക്രൂസറിലേക്ക് വരുന്ന സമയത്ത് 2835 ആണ്. സോ അവിടെ നമുക്ക് കുറച്ചുകൂടി പറയാം, സെക്കൻഡ് റോയിലെ സീറ്റിംഗ് പൊസിഷൻ ഇതിനകത്ത് കുറച്ചുകൂടി സ്ഥല സൗകര്യം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അത് നമുക്ക് അകത്ത് കയറി പരിശോധിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഡിഫൻഡറിനാണ്. കാരണം വെച്ചാൽ ഒരു സ്പെയർ വീലൊക്കെ കൊടുത്ത് അത് കുറച്ച് ഭംഗിയാക്കി അതിനൊരു കേസും കവറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബൂട്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച പോലെ തന്നെ മോട്ടോറൈസ്ഡ് ടെയിൽ ഗേറ്റാണ് ഇതിനകത്തുള്ളത്. എവിടെ വെക്കുന്നോ അവിടെ നിന്നോളും എന്നുള്ളതാണ്. ഇത് 110 ആണ്, പക്ഷേ 7 സീറ്റ് കോൺഫിഗറേഷനാണ്. ഈ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസും ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വലിച്ചൊരു ക്ലോസ് ചെയ്താൽ കേട്ടോ. ഇത്രയും നമുക്ക് ബൂട്ട് സ്പേസും ക്രിയേറ്റ് ചെയ്യാം. ബാക്കിൽ ഒരുപാട് ആക്സറീസ് കൊടുക്കാറുണ്ട്. താഴ്ത്താനും പൊക്കാനുള്ള ഫെസിലിറ്റി, സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡറിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. കുറച്ചുകൂടി ക്യാമ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഫെസിലിറ്റീസും ഒക്കെയാണ് എന്ന് പറയാം. യെസ്, ക്ലോസ് ചെയ്യാം. ഇനി ലാൻഡ് ക്രൂസറിൻ്റെ ടെയിൽ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ടെയിൽ ഗേറ്റാണ്. മുകളിലേക്കാണ്, മറ്റേത് ഇങ്ങനെ സൈഡിലേക്ക് തുറക്കുന്ന പോലെയായിരുന്നു. ധാരാളം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3rd റോ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ലഗേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാലും ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ ആക്ടിവിറ്റി ഒക്കെ കാണാം. അതെനിക്ക് തോന്നുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇതിൻ്റെ 7 സീറ്റർ അവൈലബിൾ ആണ്. നാട്ടിൽ 5 സീറ്റായിട്ട് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഓക്കെയാണ്. അതായത് ഇപ്പോൾ കയ്യിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ലാൻഡ് ക്രൂസറിന്റെ ഇന്റീരിയർ പ്രീമിയം ആണ്, ലക്ഷറി ആണ്. എന്നാൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന തരത്തിലായിരിക്കും ഇതിന്റെ ക്രമീകരണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ധാരാളം ബട്ടണുകൾ ഇതിനകത്ത് നമുക്ക് കാണാം. ഇവിടെ ബട്ടൺ, ഇവിടെ ബട്ടൺ, ഇവിടെ ബട്ടൺ, ഇവിടെ ബട്ടൺ, ഒക്കെ ബട്ടൺസും കാര്യങ്ങളും എല്ലാം ഒരു ചങ്കി ബങ്കി ഫീലൊക്കെ തന്നെയുണ്ട്. വെന്റിലേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. വയർലെസ് ചാർജിങ് പോർട്ട് ഇല്ല. അതുപോലെ തന്നെ നമുക്കൊരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. പാനറമിക് അല്ല, സിംഗിൾ പാൻ സൺ റൂഫാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു 12.3 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ടക്കിയാണ്, എന്നാൽ ബട്ടണുകൾ കൂടുതലാണ്. വലിയ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റ്, സൺ റൂഫ്, അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാം. ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെന്റിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ സീറ്റുകളാണ് കൊടുത്തേക്കുന്നത്. ധാരാളം ലെതർ എലമെൻറ്റുകളും നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഈ ലെതർ എലമെൻറ്റുകളൊക്കെ ഉണ്ടല്ലേ,
യെസ്, ഡാഷ്ബോർഡ് ഒക്കെ ലെതർ കവേർഡ് ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതേ ഇന്റീരിയർ ഡിഫൻഡറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി പ്രീമിയം എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ ബട്ടൺസ് ഒക്കെ വളരെ മിനിമലാണ്. ഈ ഒരു ഏരിയയിൽ മാത്രമേ ബട്ടൺ ഉള്ളൂ. പിന്നെ പല ബട്ടൺസും മൾട്ടി ഫംഗ്ഷനിങ് ആണ്. ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതേപോലെ ഇതൊന്ന് വെക്കി കഴിഞ്ഞാൽ വെന്റിലേഷൻ, അതുപോലെ തന്നെ ഹീറ്റിംഗ്, അങ്ങനത്തെ ഓപ്ഷൻസ്, അങ്ങനെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടണുകൾ വളരെ മിനിമലാണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 11.2 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് മെറിഡിയയുടെ മ്യൂസിക് സിസ്റ്റമാണ്. 11 സ്പീക്കറാണ്. ലാൻഡ് ക്രൂസറിലേക്ക് വരുന്ന സമയത്ത് 14 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ലെഗ് റൂം നമുക്ക് ഒരു 4 വിരലിന്റെ ഗ്യാപ്പാണ് ഡിഫൻഡറിനകത്തുള്ളത്. അതുപോലെ തന്നെ ഡിഫൻഡറിന് നമുക്ക് ഇൻഡിവിജ്വൽ ക്ലൈമറ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. AC വെന്റ് കാണാം, C-ടൈപ്പ് ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഹാൻഡ് റെസ്റ്റും ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെഡ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 9 വിരൽ ഗ്യാപ്പ്. യെസ്, ഇവിടെ നമുക്കിങ്ങനെ ഈ കയ്യും അതുപോലെ തന്നെ 4 വിരലും അടക്കം അങ്ങനെ 9 വിരൽ ഗ്യാപ്പാണ് നമുക്ക് നേരെ തലക്ക് മുകളിലുള്ളത്. ബാക്കിൽ 3 ഹെഡ് റെസ്റ്റും 3 അഡ്ജസ്റ്റബിൾ ആണ്. തൈ സപ്പോർട്ട് ഇവിടെ ശരിക്കും ഇങ്ങനെ കാലിങ്ങനെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് 2 വിരലിൻ്റെ ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. അതായത് ലാൻഡ് റോവർ ഡിഫൻഡറിനകത്തുള്ളത്. ലാൻഡ് ക്രൂസറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ ക്ലൈമറ്റ് കൺട്രോൾ കാണാം. പക്ഷേ ധാരാളം ബട്ടണുകൾ ഉള്ളതാണ്. ബാക്കിലത്തെ സീറ്റ് വെന്റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ ധാരാളം HDMI കേബിൾസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ കാണാം. അതൊക്കെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ റിയർ പാസഞ്ചർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാണ്. ലെഗ് റൂമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4 വിരൽ ഗ്യാപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് എന്നുള്ള രൂപത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിയാൽ തൈ സപ്പോർട്ട് ഇവിടെ നമുക്ക് കാല് സ്ട്രൈറ്റ് വെച്ച് കഴിഞ്ഞാൽ 4 വിരൽ ഗ്യാപ്പ് ആക്ച്വലി ഉണ്ട്. അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അതിനകത്ത് നമുക്ക് 2 വിരലിൻ്റെ ഗ്യാപ്പ് ആയിരുന്നുണ്ടായിരുന്നത്. ഹെഡ് റൂം നമുക്ക് തലൻ്റെ നേരെ മുകളിൽ 8 വിരൽ അല്ലേ, ഒരു 8 വിരൽ ഗ്യാപ്പാണ് വരുന്നത്. സോ ഡിഫൻഡർ കുറച്ചുകൂടി നമുക്ക് ഹെഡ് റൂമും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത അത് ഇങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നേരത്തെ കുറച്ച് ബേസിക് ആയിട്ട് എനിക്ക് തോന്നി. അതിനെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കാമായിരുന്നു എന്നുള്ളതാണ് റിയറിലേക്ക് വരുന്ന സമയത്ത് പറയാനുള്ളത്. ഇനി ഓഫ് റോഡ് ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടി ടെറൈൻ സെലക്ട് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോൾ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതായത് ഇത് കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ ഓഫ് റോഡർ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ എന്നൊക്കെയുള്ള രൂപത്തിൽ കുറേ മാനുവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് കൂടി പറയാം. വൈഡായിട്ടുള്ള വലിയ നല്ല രസമുള്ള ഒരു കളർ പാറ്റേണൊക്കെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഒരു വുഡൻ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം ബട്ടണുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. അതാണ് ലെതർ റാപ്പിഡായിട്ട് അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ആംബ്രസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൺ ആക്കാം, അതേപോലത്തെ ഇവിടുന്ന് ഇങ്ങോട്ടും ഓപ്പൺ ആക്കാൻ പറ്റും. സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പിടുത്ത് നോക്കിയാൽ വണ്ടിക്കകത്തേക്ക് കയറാൻ ഇവിടെയും അവിടെയും ഒക്കെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസിനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ വൈറ്റ് ഇൻറ്റീരിയർ മോർ പ്രീമിയം ആണ്, പക്ഷെ പെട്ടെന്ന് ചെളിയാവും. ഡിഫൻഡറിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ടെക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഓൾ ടെറൈൻ സിസ്റ്റം, അത് ഓട്ടോമാറ്റിക് ആണ്. ഏത് കണ്ടീഷനാണെന്നുള്ളത് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 4x4 ബട്ടൺസോ അങ്ങനത്തെ കാര്യങ്ങളോ ടെറൈൻ സെലക്ടറോ ഒന്നും തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രസമുണ്ട്. ഡിജിറ്റൽ തന്നെയാണ്. കുറച്ചുകൂടി എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ലാൻഡ് ക്രൂസറിനകത്തായിരുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബട്ടണുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വളരെ കുറവാണ്. പലതും മൾട്ടി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ വളരെ മിനിമലാണ്. ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് വുഡൻ ട്രിമ്മോ പ്രീമിയം സെറ്റപ്പോ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതിൻ്റെ ആംബ്രസ്റ്റ് ഇതുപോലെ തുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. സീറ്റുകൾ നമുക്ക് ഇവിടെയും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ബ്ലാക്ക് തീമാണ് മൊത്തം. അതെനിക്ക് സംഭവം പേഴ്സണലി ഗുഡ് ചോയ്സ് ആണ്. ഗ്രാബ് സിസ്റ്റവും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള. അത് ഈ ഒരു ഭാഗത്ത് ഡാഷ് ബോർഡിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കൊടുത്തേക്കണമെന്ന് മാത്രം. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി പറയാം. LC ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് LCൻ്റെ പ്രയോറിറ്റി ശരിക്കും കുറച്ചുകൂടി സ്മൂത്തർ, അതുപോലെ തന്നെ കുറച്ചുകൂടി ലോങ്ങിറ്റിവിറ്റി, ഒരുപാട് കാലം നിലനിൽക്കണം, നല്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ആവണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ലാൻഡ് ക്രൂസറിനെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടൊയോട്ട ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് അവരുടെ ഈ ഒരു ഫീച്ചർ ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ ഇത് ഒരുപാട് കാലം ഒരു ഒസിയത്തൊക്കെ ആയിട്ട് എഴുതി കൊടുക്കാൻ മാത്രം ഇത് ബാക്കി ഉണ്ടാവണം എന്നുള്ള രൂപത്തിലാണ് ലാൻഡ് ക്രൂസറിനെ അവരെപ്പോഴും, അല്ലെങ്കിൽ ടൊയോട്ട വാഹനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പുതിയ റീബാഡ്ജിങ് ടൊയോട്ടകളല്ല കേട്ടോ. ഓക്കെ, ഇനി ഡിഫൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ലാഡർ ഫ്രെയിം ചേസിസ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മോണോകോക്ക് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റോഡിൽ നല്ല ഫീല് ഗുഡ്
ഡിഫൻഡറാണ്, ക്യുക്കറാണ്. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ റെസ്പോൺസൊക്കെ വളരെ ഫാസ്റ്റാണ്. നമുക്കൊരു സ്റ്റോപ്പൊക്കെ ചെയ്തിട്ട് എടുക്കുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് സ്മൂത്തായിട്ട് ക്യുക്കറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ്. സോ ടോട്ടലി കാണുന്ന സമയത്ത് ഇതിൻ്റെ ഡയമെൻഷൻ രണ്ടും 5 മീറ്റർ പ്ലസ് ലെങ്ത്തിൽ വരുന്ന വണ്ടികളാണ്. പക്ഷെ കാണുന്ന സമയത്ത് ബോക്സി ഡിസൈൻ കൊണ്ടും ഇതിൻ്റെ ഒരു ആകാര ഭംഗിയുണ്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു പരിധി വരെ ഡിഫൻഡറാണ്. പക്ഷേ എൽ സിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലെഗസി ഉണ്ട്. നമ്മൾ അധികം അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വണ്ടി, അല്ലെങ്കിൽ ഒരു കിങ് എന്നുള്ള പരിവേഷമുള്ളൊരു വണ്ടി, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി വികാരപരമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നത് ഒരു പക്ഷേ എൽ സിനോടും ആയിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങളൊരു എൽ സി ഫാനാണോ ഡിഫൻഡർ ഫാനാണോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളൊരു എൽ സി ഫാനാണോ ഡിഫൻഡർ ഫാനാണോ എന്നുള്ളത് ഒന്നുകൂടി കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ 2 വാഹനത്തിൻ്റെ ഓണേഴ്സാണ്. ഇത് ലാൻഡ് ക്രൂസറിൻ്റെ ഓണർ യാസീൻ, ഒരു ഹൈ പറയൂ. വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് ദിസ് ഇസ് മുഹമ്മദ്, നമ്മുടെ ഡിഫൻഡറിൻ്റെ ഓണറാണ്, ഒരു ഹൈ പറയും. ഇവരോട് രണ്ടാളോടും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണ്. ആദ്യം ഡിഫൻഡറിലേക്ക് വരാം. ഡിഫൻഡറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഡിഫൻഡർ വർത്ത് ഓഫ് മണിയാണ്. ഈ കൊടുക്കുന്ന പൈസക്കുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഒരു ബോക്സി ഡിസൈനും കൂടി ആയതുകൊണ്ട് റോട്ടിൽ നല്ല പ്രസൻസ് ഉണ്ട്. അതെ, ശരിക്കും റോഡൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടിയാനെ വാങ്ങിയ പോലത്തെ ഒരു ഫീലൊക്കെ ആണ്. പിന്നെ നല്ല കംഫർട്ടാണ് ഡ്രൈവ് ചെയ്യാൻ. റോഡ് കംഫർട്ട് അടിപൊളിയാണ് എന്നാണ്. സോ ഇതാണ് ഡിഫൻഡർ ഓണറിൻ്റെ ടേക്ക്. ഇവർ ശരിക്കും നാദാപുരത്തുകാരാണല്ലേ, രണ്ടാളും സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ ഇനി ലാൻഡ് ക്രൂസറിൻ്റെ ഓണറിലേക്ക് വരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? ലാൻഡ് ക്രൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ സർവീസൊക്കെ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം ഞാൻ എപ്പോഴും പറയില്ല, ടൊയോട്ട ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ബ്രാൻഡ് വാല്യൂനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ്. അതിൻ്റെ ഒരു റെസ്പെക്റ്റും എന്തായാലും ഉണ്ട്. റെസ്പെക്ട് നമുക്കിപ്പോൾ വണ്ടി എവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു റെസ്പെക്റ്റ് ആൾക്കാരുടെ ഇടയിൽ. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഞാനത് ഷെയർ ചെയ്തപ്പോൾ പുള്ളി അത് എഗ്രി പറഞ്ഞു, ഒരു വോഗ് എടുക്കുന്നതിനേക്കാളും വില ലാൻഡ് ക്രൂസർ ഉണ്ടോ? അതെ, നമുക്കിപ്പോൾ എല്ലാ ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര വിലയാണല്ലോ ഈ വണ്ടിക്ക്. എൽ സി എന്ന് പറഞ്ഞാൽ അത്രയും വികാരമുള്ള ഒരു വണ്ടിയാണ്. യെസ്, സത്യമാണ്. സോ ഇവർ രണ്ടാൾക്കാരുമാണ് ഇതിൻ്റെ ഓർഡർ. താങ്ക് യു സോ മച്ച്. രണ്ടാൾക്കും നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു ആശയം പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ആക്ച്വലി ഇവരെ ബന്ധപ്പെടുന്നത് ഡിഫൻഡർ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡിഫൻഡറും ലാൻഡ് ക്രൂസറും നമ്മളെടുത്തിട്ടുണ്ട്, ഡോണ്ട് വറി, നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് വന്നു. താങ്ക് യു. ആ ഒരു നന്ദിക്കും ആ ഒരു സ്നേഹത്തിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ഡിഫൻഡർ പല വേരിയൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. 1.1 crore മുതൽ ഏകദേശം 1.9 crore വരെയാണ് ഇതിന് പ്രൈസ് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ്. എൽ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ സി ഏറെക്കുറെ ഒരു CBE യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2.1 CR ഈ വാഹനത്തിനും പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിഫൻഡർ വേഴ്സ് ലാൻഡ് ക്രൂസർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇതുപോലത്തെ കമ്പാരിസൺ കാണണം എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വേണം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.